രാഷ്ട്രീയ കേരളത്തെ ലഹരി പിടിപ്പിച്ച CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന മിന്നൽ പരിശോധനകൾക്കൊടുവിൽ തലസ്ഥാനത്ത് വൻ സംഘർഷം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വീടിന് മുന്നിൽ വെച്ച് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർത്തു. 8.5 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തെരുവ് യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം ഉടലെടുത്തത്. CMRL മാസപ്പടി കേസിൽ 8.5 മണിക്കൂർ നീണ്ട മാരത്തൺ റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയതോടെ തലസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കലിതുള്ളിയ വൻ ജനക്കൂട്ടമാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ അക്രമവുമായി തിരിഞ്ഞത്. പരിശോധന അവസാനിപ്പിച്ച് ED ഉദ്യോഗസ്ഥർ വസതിക്ക് പുറത്തിറങ്ങി തങ്ങളുടെ ഔദ്യോഗിക കാറിൽ കയറിയ ഉടൻ തന്നെ വൻ അക്രമമാണ് അരങ്ങേറിയത്. അവിടെ തടിച്ചുകൂടിയ നൂറുകണക്കിന് CPM പ്രവർത്തകർ ഒരേ സമയം ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഇഷ്ടികയും വടികളും ഉപയോഗിച്ച് കാർ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കല്ലേറിലും വടിയേറും കാരണം കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. വാഹനം തകർക്കുന്നതിൽ മാത്രം പ്രതിഷേധക്കാരുടെ രോഷം അടങ്ങിയില്ല. ചില്ലുകൾ തകർത്തതിന് പിന്നാലെ കാറിനുള്ളിലിരുന്ന ED ഉദ്യോഗസ്ഥരെ നേരിട്ട് വലിച്ചിറക്കി കയ്യേറ്റം ചെയ്യാനും വൻ ശ്രമം നടന്നു. ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ അന്തരീക്ഷം അതീവ വഷളായി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെയും പ്രവർത്തകർ തിരിഞ്ഞതോടെ കനത്ത ഉന്തും തള്ളും ഏറ്റുമുട്ടലും ഉണ്ടായി. ഒടുവിൽ സാഹചര്യം പൂർണ്ണമായും കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് പോലീസ് വൻതോതിൽ ലാത്തി വീശി പ്രതിഷേധക്കാരെ നേരിട്ടത്. അക്രമാസക്തരായ പാർട്ടിക്കാരെ ബലം പ്രയോഗിച്ച് അടിച്ചോട്ടിച്ച ശേഷമാണ് പോലീസിന് ED വാഹനത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കാൻ സാധിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ED സംഘം പിന്നീട് സ്ഥലത്തു നിന്നും മാറിയത്. നേതാക്കളുടെ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കും തെരുവിൽ അണപൊട്ടിയ വൻ പ്രതിഷേധങ്ങൾക്കും ഇടയിൽ അതീവ രഹസ്യവും പഴുതടച്ചതുമായ ഒരു വൻ ഓപ്പറേഷനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് കേരളത്തിൽ നടപ്പിലാക്കിയത്. സമയത്തിന്റെ നീളം തന്നെ ഈ പരിശോധനയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ രാവിലെ ആരംഭിച്ച ED റെയ്ഡ് കൃത്യം 8.5 മണിക്കൂറാണ് നീണ്ടുനിന്നത്. വീണ വിജയനെ മുന്നിലിരുത്തി എക്സാലോജിക് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെയും CMRL നിന്ന് കൈപ്പറ്റിയ പണത്തെയും കുറിച്ചുള്ള രേഖകൾ ഓരോന്നായി ഒത്തുനോക്കിയായിരുന്നു EDയുടെ ഈ നീണ്ട കൂട്ടപ്പൊരിച്ചിൽ. തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ശക്തമായ വലവിരിക്കാൻ തന്നെയാണ് ED തീരുമാനിച്ചത്. പിണറായി വിജയന്റെ 2 വസതികളിലടക്കം കേരളത്തെ ഒട്ടാകെ 12 തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലാണ് ED ഒരേ സമയം മിന്നൽ റെയ്ഡ് നടത്തിയത്. CMRL കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളും ഇതിൽ ഉൾപ്പെടുന്നു. EDയുടെ ഈ കടുത്ത നീക്കത്തിനെതിരെ ഇടതുപക്ഷ ക്യാമ്പുകളിൽ നിന്ന് കനത്ത പ്രതിരോധമാണ് ഉയർന്നുവന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ ഉപകാര സ്മരണയായാണ് ഈ റെയ്ഡെന്ന് ബിനീഷ് കോടിയേരി പരിഹസിച്ചു. പ്രതിപക്ഷ പാർട്ടികളിലായിട്ട് നിൽക്കുന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ആ പ്രതിപക്ഷ നേതാക്കളെ തകർക്കുവാനും അതോടൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കമാണെന്നുള്ളത് ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡ്. സ്വാഭാവികമായിട്ടും EDയെ സംബന്ധിച്ചിട്ട് കാലാകാലങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളെ സംബന്ധിച്ചിട്ട് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ കുടുംബാംഗങ്ങളെ ടാർഗറ്റ് ചെയ്യുക, കുടുംബാംഗങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുക, അത്തരത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അച്ഛനോ അമ്മയോ ആരാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ പാർട്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഞാനുള്ളത്. മടിയിൽ കനമില്ലാത്ത പിണറായി വിജയനെ റെയ്ഡ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനിടെ വളഞ്ഞിട്ടടിച്ചോളൂ, അവസാന ശ്വാസം വരെ പോരാടും, സംഘപരിവാറിന് മുന്നിൽ കുമ്പിടാൻ ഉദ്ദേശമില്ല എന്ന് മുഹമ്മദ് റിയാസും പരസ്യമായി വെല്ലുവിളിച്ചു. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ നീക്കത്തെ നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ED ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കപ്പെടുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തതോടെ മാസപ്പടി കേസ് കേവലം ഒരു സാമ്പത്തിക അന്വേഷണത്തിനപ്പുറം കേരളത്തിൽ സമാനതകളില്ലാത്തൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോൺ ബ്രിട്ടാസും മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയതുപോലെ ഈ റെയ്ഡുകളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമായാണ് പാർട്ടി കാണുന്നത്. തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിൽ അരങ്ങേറിയ അക്രമാസക്തമായ രംഗങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു തെരുവ് പോരാട്ടത്തിന്റെ മുന്നോടിയാണ്. വരും ദിവസങ്ങളിൽ പാർട്ടി അണികളെ പൂർണ്ണമായും തെരുവിൽ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധത്തിനാകും CPM നേതൃത്വം നൽകുക.